ബഹുമാനരെ, നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ഈ കൺവെൻഷന്റെ അധ്യക്ഷനായി ഒന്നാം ബൂത്തിന്റെ പ്രസിഡന്റ് സഖാവ് ഷാനവാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ഈ കൺവെൻഷനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഈ ബൂത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഡി സന്തോഷിനെ ക്ഷണിക്കുന്നു. ഈ ബൂത്ത് കൺവെൻഷന്റെ അധ്യക്ഷൻ സഖാവ് ഷാനവാസ്, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് TS പത്മകുമാർ, CPM-ന്റെ മുതിർന്ന നേതാവ് സഖാവ് D രാജപ്പൻ നായർ, സഖാവ് അഷറഫ്, അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള, സഖാവ് A മുസ്തഫ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി ഗ്രീഷിമ ഉൾപ്പെടെയുള്ള നല്ലവരായ നാട്ടുകാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പൂങ്കോട് വാർഡിലെ വൈ-ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വാർഡിന്റെ കൺവെൻഷൻ കഴിഞ്ഞ് രണ്ടാം ബൂത്തിന്റെ കൺവെൻഷൻ ഇന്നലെ സഖാവ് ഹരീബി നായരുടെ വീട്ടിൽ വെച്ച് നടന്നു. ഇപ്പോൾ ഈ മേഖല വരുന്ന ഒന്നാം ബൂത്തിന്റെ കൺവെൻഷനാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, പൂങ്കോട് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വരാനുണ്ടായ കാര്യങ്ങൾ. ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സഖാവ് ശ്രീജാകുമാരിക്ക് ആരോഗ്യവകുപ്പിൽ ജോലി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. ഈ വാർഡ്, പൂങ്കോട് വാർഡ് രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ നമ്മൾ ഈ വാർഡിൽ തോറ്റിട്ടില്ല. LDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലെ ആദ്യമായി വാർഡുണ്ടായതിനു ശേഷം സഖാവ് രാജൻ, പിന്നെ മഞ്ജു, D രഞ്ജിത്ത്, ശ്രീജാകുമാരി ഉൾപ്പെടെയുള്ളവർ നടത്തിവിട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയാവുന്നതാണ്. ഏതാണ്ട് പശ്ചാത്തല മേഖലയിൽ തന്നെ 1.25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതെല്ലാം ഞാൻ എടുത്ത് പ്രത്യേകം പറയുന്നില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഭരണാനുമതി കിട്ടിയതും പണി പൂർത്തീകരിച്ചതുമായിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ. ഓരോ പഞ്ചായത്ത് മെമ്പർമാർക്കും ഇവിടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതുണ്ട്, മുൻ പ്രസിഡന്റ് എല്ലാം ഉണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ആയാലും ഫ്ലഡ് ഉൾപ്പെടുത്തിയായാലും ജില്ലാ പഞ്ചായത്തിന്റെ നിരവധി പദ്ധതികൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വാർഡ് കൂടി ആയതുകൊണ്ട് ആ രീതിയിൽ ഗ്രാമപഞ്ചായത്തിന് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നിരവധി പേർക്ക് വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട് മെയിൻ്റനൻസ്, പെൻഷന്റെ കാര്യത്തിലേക്ക് എനിക്ക് പോകുന്ന ഒരു 350ഓളം ആളുകൾക്ക് 1600 രൂപ വെച്ച് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പെൻഷൻ ഉൾപ്പെടെ ഈ വാർഡിൽ എല്ലാവരുടെയും വീട്ടുകളിൽ എത്തുന്നുണ്ട്. ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വാർഡാണ്. അത് തുടർന്ന് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കൃത്യമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് ഗ്രേഷ്മ ചൂടങ്ങട്ടുപേട്ട് വിജയിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നെ തൊട്ടടുത്ത വാർഡിലെല്ലാം കണ്ണങ്കോട് വാർഡിലെ UDF-ന്റെ മെമ്പറാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയകുമാർ ഒട്ടനവധി വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ആയാലും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും എല്ലാം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ നോക്കാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? കണ്ണങ്കോട്. എന്നാൽ ഇവിടുത്തെ നമ്മളെ MP ഈ പഞ്ചായത്തിൽ ഓരോ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾ പറയട്ടെ, നമ്മൾ വെല്ലുവിളിച്ച് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ വാർഡായിട്ടുള്ള മൂലങ്കോടായാലും കണ്ണങ്കോടായാലും ഒരുവിധ വികസന പ്രവർത്തനത്തിനും കാശ് കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്. അന്നേരം നമുക്ക് ഈ പഞ്ചായത്തിൽ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഈ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പേര് വികസന പ്രവർത്തനങ്ങൾ, അത് തുച്ഛമായ സമയങ്ങളെ ഉള്ളെങ്കിൽ പോലും നിലനിർത്തുവാനും നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ
എപ്പോഴും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഏത് കാര്യത്തിലും സമീപിക്കുന്ന, ജനങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ഏത് ക്ഷേമപ്രവർത്തനത്തിനും കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം. അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ടവരെല്ലാം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ CPI-യുടെ നേതാവും ഈ ബൂത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് ഷാനവാസിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് CS പത്മകുമാറാണ്. ആ സഖാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ CPM-ന്റെ ഈ ജില്ലയിലെ മുതിർന്ന നേതാവായിട്ടുള്ള സഖാവ് D. രായപ്രസാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സഖാവിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ CPI-യുടെ ജില്ലാ നേതാവായിട്ടുള്ള സഖാവ് അഷ്റഫ് സഖാവ് ഇവിടെ ഉണ്ട്. ആ സഖാവിനെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സഖാവ് A. മുസ്തഫ പ്രത്യേകം ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള സഖാവ് ഇവിടെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് മിനി സുനിലുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി നിങ്ങളെല്ലാം നിരവധി പ്രാവശ്യം വീട്ടിലെല്ലാം വന്ന് എല്ലാ കാര്യത്തിലും അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് തന്നെ നല്ലതുപോലെ ശോഭിച്ചുകൊണ്ടിരുന്ന യുവ രംഗത്തുള്ള സഖാവ് ഗ്രേഷമ കൃത്യമായും ഈ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. ആ സഖാവിനെയും സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CPM-ന്റെയും CPI-യുടെയും മണ്ഡലം, അതോടൊപ്പം തന്നെ ഏരിയ ലോക്കൽ നേതാക്കന്മാരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സഹാക്കളെ, സുഹൃത്തുക്കളെ, മുഴുവൻ ആൾക്കാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നേരത്തെ സഖാവ് D. സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ LDF-ന്റെ സമുന്നതരായ നിരവധി നേതാക്കന്മാർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ വളരെ വിശദമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് അധ്യക്ഷൻ എന്നുള്ള നിലയിലേക്കുള്ളൊരു വർത്തമാനത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി CPI-ന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും LDF-ന്റെ നേതാവുമായ സഖാവ് JS പത്മകുമാറിനെ ഏറെ ബഹുമാനപൂർവ്വം TS പത്മകുമാറിനെ ഏറെ ബഹുമാനപൂർവ്വം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ള നമ്മുടെ ഈ കൺവെൻഷന്റെ അധ്യക്ഷൻ സഖാവ് ഷാനവാസ്, നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള CPM-ന്റെ ജില്ലയിലെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതനായ നായർ സഖാവ് അഷ്റഫ്, CPI-യുടെ നേതാവായിട്ടുള്ള AITC-യുടെ നേതാവായിട്ടുള്ള സഖാവ് അഷ്റഫ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട CPI-യുടെ നേതാവ് മുസ്തഫ സഖാവ്, നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന LDF-ന്റെ മണ്ഡലം കൺവീനർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള, ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് മിനി, യോഗത്തിൽ സ്വാഗതം ആശംസിച്ച CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് D. സന്തോഷ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട, വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ സ്നേഹപൂർവ്വം നമ്മുടെ വോട്ടർമാരെല്ലാം മനസ്സുകൊണ്ട് തന്നെ ഉൾക്കൊണ്ട നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹോദരൻ, പ്രിയമുള്ളവരെ,
തെരഞ്ഞെടുപ്പിന് കൂടുതൽ ദിവസങ്ങളില്ല. ഡിസംബർ മാസം 10-ാം തീയതി നമ്മുടെ വാർഡിലെ വോട്ടർമാർ, പൂങ്കോട് വാർഡിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം വളരെ വേഗത്തിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് CPM-ന്റെ ഏരിയ സമ്മേളനമൊക്കെ വന്നതിന്റെ ഭാഗമായി ചെറിയ ഒരു ഡിലേ നമുക്ക് വന്നെങ്കിലും അതൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ തന്നെ നമുക്ക് നോമിനേഷൻ കൊടുക്കുന്ന കാര്യത്തിലായാലും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിലായാലും കഴിഞ്ഞ ദിവസം 2-ാം ബൂത്തിന്റെ കൺവെൻഷൻ ചേർന്നത് 26-ാം തീയതി നമ്മുടെ വാർഡ് തല കൺവെൻഷൻ എല്ലാം നല്ല പങ്കാളിത്തത്തിൽ നമുക്ക് ചേരാൻ കഴിഞ്ഞു. ഇന്നിപ്പോ 1-ാം ബൂത്തിന്റെ കൺവെൻഷനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ എല്ലാ രാഷ്ട്രീയമായ വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. വേറൊരു തിരക്കുള്ള ഒരു പരിപാടിയും കൂടുണ്ട്. ഇവിടെ നമ്മുടെ LDF-ന്റെ നേതാക്കന്മാരായിട്ടുള്ള നിരവധി ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കണം എന്നും നമ്മുടെ വാർഡിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊന്ന്, ചടയമംഗലം പഞ്ചായത്തിൽ ഇടതുപക്ഷ LDF-ന്റെ നേതൃത്വം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം പരമാവധി സുതാര്യമായി, ചില കാര്യങ്ങളിലെല്ലാം ചില കാലതാമസമെല്ലാം വരുന്നുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ ഉൾക്കൊള്ളാതെ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഒരു പഞ്ചായത്ത് സമിതിയുടെ പിടിപ്പുകേട് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, ചടയമംഗലം നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. പഞ്ചായത്ത് സമിതിയുടെ കയ്യിൽ നിയന്ത്രണത്തിന് അപ്പുറത്തോട്ടുള്ള ചില കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെയാണ് അതിനകത്തെല്ലാം വന്നു കയറുന്നത്. പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നന്നായി ഇടപെടുകയും സുതാര്യമായി തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് ചടയമംഗലം. അതോടൊപ്പം ഈ വാർഡിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സന്തോഷം സൂചിപ്പിച്ചു. നമ്മുടെ വാർഡുകളിലെ പ്രവർത്തനവും മറ്റുള്ള നമ്മുടേതല്ല, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരില്ലാത്ത വാർഡുകളിലെ പ്രവർത്തനവുമായിട്ട് ഇവിടെ ഒരു താരതമ്യം നടത്തണം. അതൊന്ന്. LDF കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ത്രിതല പഞ്ചായത്തുകളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ പത്രത്തിലുമുണ്ട്. ത്രിതല പഞ്ചായത്തുകളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി 3273 കോടി രൂപ കേരളത്തിലെ LDF ഗവൺമെന്റ് പഞ്ചായത്തുകൾക്ക് അനുവദിക്കുകയാണ്. ബഡ്ജറ്റിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റിന്റെ 40% വരുന്ന തുക ത്രിതല പഞ്ചായത്തുകളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് നാടിന്റെ നാനാവിധമായിട്ടുള്ള വികസനങ്ങൾ ഉറപ്പാക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റ് 27 സംസ്ഥാനങ്ങളിൽ എവിടെയുണ്ട്? ഇത്തരത്തിൽ പഞ്ചായത്ത് സംവിധാനങ്ങളെ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് ഒരു നാടിന്റെ വികസനം ഉറപ്പാക്കുന്ന ഏത് ഗവൺമെന്റ്? ആരും പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നോ പഞ്ചായത്തുകളെ കാണുന്നില്ല എന്നുള്ള. കേരളം അക്കാര്യത്തിലും 1-ാം സ്ഥാനത്താണ്. എത്രയോ കാര്യങ്ങൾക്ക് നമ്മുടെ നാട് ഇന്ത്യക്ക് മാതൃകയാണ്. എത്രയോ കാര്യങ്ങളിൽ ലോകത്തിന് മാതൃകയാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ അംഗീകരിച്ചു തരത്തില്ല. കാരണം ഇത് അംഗീകരിച്ചതായിട്ട് നമുക്ക് തോന്നത്തില്ല. എന്താ കാര്യം? നമ്മൾ വായിക്കുന്ന ദിനപത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെയാണ്. നമ്മുടെയൊക്കെ പാർട്ടികൾക്കൊക്കെ പത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ സർക്കുലേഷനൊക്കെ പരിമിതമാണ്. അവരെന്താ പറയുന്നത്?
മനോരമ പത്രം എടുത്ത് വായിക്കുന്ന ഒരാൾക്ക് കേരളം വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകുന്നെന്ന് മനസ്സിലാവും. ശരിക്കും അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഇപ്പം പശ്ചാത്തല സൗകര്യ വികസനം, നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനം. ഈ റോഡ് വീണ്ടും 7 മീറ്റർ 2 സൈഡും എടുത്ത് സർവീസ് റോഡ് അടക്കം 6 വരി പാതയാക്കാനുള്ള പണികളെല്ലാം നടക്കുകയാണ്. ആദ്യം അതിന്റെ അലൈൻമെന്റെല്ലാം പോയി ഫിക്സ് ചെയ്തു. അതിനുശേഷം ഇപ്പൊ മണ്ണ് പരിശോധനയൊക്കെ നടക്കുകയാണ്. അത് കേരളത്തിന്റെ പൊതുവായ വളർച്ചയുടെ മൈലേജ് ഒരുപാട് കൂട്ടും. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി വന്നു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ട്രയാങ്കിൾ ഡെവലപ്മെന്റ് എല്ലാം നമ്മൾ ആലോചിക്കുകയാണ്. അതെല്ലാം പശ്ചാത്തല സൗകര്യയുടെ മേഖലയുടെ വികസനത്തെ ബേസ് ചെയ്താണ് ഇതെല്ലാം പോകുന്നത്. അപ്പൊ ഈ റോഡിന്റെ വികസനം എല്ലാം നല്ല ഒന്നാന്തരം റോഡുകൾക്കും മനോരമ പത്രവും ചെയ്യും. റോഡുകൾ വികസിക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നു കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ നടക്കുന്ന സ്റ്റേറ്റ് കേരളം എന്ന് പറയും. മനോരമ എന്ത് ചെയ്യും? ആ വാർത്ത എഴുതാതിരിക്കാൻ പറ്റത്തില്ലേ? അതവരെഴുതും. അത് എഴുതുന്നതിന്റെ കൂട്ടത്തിലോ മനോരമ എന്തെങ്കിലും ഇടവപ്പാത സമയത്ത് എടുത്തു വെച്ചേക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഏതെങ്കിലും റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇട റോഡോ അപ്രധാനമായിട്ടുള്ള റോഡോ ആയിരിക്കും. ഇതിന്റെ താഴെ മനോരമ വേറൊരു കോളം എടുക്കും. അതിനകത്ത് പറയും ഇത് റോഡോ അതോ തോടോ എന്ന് പറഞ്ഞാൽ ഈ നേട്ടം അതിന്റെ ശോഭ കെടുത്തണം. മനസ്സിലായി? അതിന്റെ ശോഭ കെടുത്തണം. എറണാകുളം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരും. ഇപ്പോൾ 2 കാലിന്റെ മുട്ടും ഒന്നിച്ച് മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകളെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ അവരെന്ത് പറയും? മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു, കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് അത് വലിയ നേട്ടമാണ് എന്നെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ അടിക്ക് എന്തോ എഴുതും? ഇന്ന PHCയിൽ പാരസെറ്റമോൾ ഇല്ലാതായിട്ട് 3 മാസമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 6ാമത്തെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. മറ്റേ PHCയിൽ പഞ്ഞി കിട്ടുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയ വികസനം, ആളുകൾക്കെല്ലാം വലിയ സന്തോഷവും ഒരു പ്രതീക്ഷയും ഒക്കെ കൊടുക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ആ നേട്ടങ്ങളെ തമസ്കരിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള വാർത്തകൾ ചമച്ച് നമുക്കെതിരെ ചെയ്യാൻ കഴിയുന്ന എല്ലാ അടിപ്പണികളും ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രങ്ങളാണ് നമ്മൾ വായിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നാളെ തൊട്ട് പത്രങ്ങൾ വായിക്കേണ്ടെന്നല്ല. ഏറ്റവും ഒരു മോശപ്പെട്ട സിനിമ കാണാൻ പോയി ആളിന്റെ പേര് ഞാൻ പറയുന്ന നമ്മൾ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ഒരു സിനിമ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സിനിമ കാണാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇങ്ങനെയുള്ള സിനിമകളെ വിമർശിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണണം, കാണാതെ ഞാനെന്തോ വിമർശിക്കുന്നേ. അപ്പോ വായിക്കണം. അതിനെതിരായി നമുക്കെതിരായി വരുന്ന മിസൈലുകളെ തിരിച്ചറിയാനും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാനും നമ്മുടെ പാർട്ടി മഷറി, നമ്മുടെ സഖാക്കൾ തയ്യാറായാൽ ഇതൊന്നും ഒരു പ്രശ്നവേയല്ല. പൂങ്കോട് വാർഡിനെ സംബന്ധിച്ച് നമ്മൾ വോട്ട് ചോദിക്കുന്നത് ഈ കഴിഞ്ഞ 3.5-4 വർഷക്കാലം ഈ വാർഡിൽ പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 1, 2, 3, 4 എന്ന് എണ്ണി പറഞ്ഞുകൊണ്ടാണ്. ജനങ്ങളുടെ ഇടയിൽ നന്നായി നിന്ന് അവരെ സഹായിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരുടെ വിശ്വാസം ആർജിച്ച് നിന്ന ഒരു പഞ്ചായത്ത് കൊണ്ടാണ്. അതിനുശേഷം നമ്മൾ അടുത്ത അവർക്ക് സർക്കാർ ജോലിയായി പോവാതിരിക്കാൻ പറ്റത്തില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർത്തി മത്സരിപ്പിക്കുന്നതും നല്ല മിടുക്കിയായിട്ടുള്ള ചെറുപ്പക്കാരിയായിട്ടുള്ള നമ്മുടെ ഈ നാടേറെ ഇഷ്ടപ്പെടുന്ന ആ വാർഡിലെല്ലാം വളരെ സുപരിചിതയായിട്ടുള്ള സഖാവിനെയാണ്. ഗ്രീഷ്മയുടെ പേര് ഇടയ്ക്ക് പ്രാവശ്യം എന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. അപ്പോ ഗ്രീഷ്മ ചൂടനാണ്.
അവരെ നന്നായി നമ്മുടെ വാർഡിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരാളുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്താ നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് വേണം വേണ്ട നിൽക്കുന്നതും വേണം, ഇത് നടക്കണം, ഇത് നടത്തണം, സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കയറൂ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിൽ നിൽക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന നമ്മുടെ സഖാക്കൾ തന്നെയാണ് നമ്മുടെ കരുത്ത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ ചുരുക്കിയാണെങ്കിൽ സൂചിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും ഒരു താരതമ്യം, ഞാൻ വാർഡുകൾ തമ്മിൽ താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ, കഴിഞ്ഞ UDFന്റെ ഗവൺമെന്റുകളും LDFന്റെ ഗവൺമെന്റുമായിട്ടുള്ള വ്യത്യാസം എന്താണ് നമ്മളും തിരിച്ചറിയണ്ടേ. ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുത്ത കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതെ സ്വന്തമായിട്ട് അരസെന്റ് ഭൂമിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പട്ടയം കൊടുക്കുന്നത്. ചരിത്രത്തിലുമുണ്ട്, കേരളത്തിന്റെ ചരിത്രത്തിലുമുണ്ട്. ഇനി കേരളത്തിൽ എത്ര പേര് കാണും വീട് കിട്ടാൻ? ഒരു 2-2.5 ലക്ഷം ആളുകളെ കാണുള്ളൂ വീട് കിട്ടാനുള്ള. ലൈഫ് പദ്ധതി സാമ്പത്തികമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാം വലിയ ഞെരുക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കിട്ടാനുള്ള 10,000 കോടി രൂപ കിട്ടുന്നില്ല. അതിന്റെ എല്ലാം ഇടയ്ക്ക് ഒരു ഇടതുപക്ഷ ബദൽ സാമ്പത്തിക നയം ഉയർത്തിക്കൊണ്ടുവരാണ് നമ്മൾ. അപ്പൊ അവരെന്ത് ചെയ്യും? കിഫ്ബി അടക്കമുള്ള സാമ്പത്തിക സോഴ്സുകളെ മരവിപ്പിക്കാനുള്ള ശ്രമമാണ്, തടയാനുള്ള ശ്രമത്തിലാണ്. റിസർവ് ബാങ്കിന്റെ എല്ലാം ഓരോ തരത്തിലുള്ള തിട്ടൂരങ്ങളെല്ലാം കൊണ്ടുവന്ന് കേരളത്തിന്റെ നാനാ മേഖലകളിലെ വികസനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന കിഫ്ബി അടക്കമുള്ള പദ്ധതികളെ ഏതു തരത്തിൽ തടയാം, അതുവഴി ഏതു തരത്തിൽ സാമ്പത്തികമായിട്ട് ഈ ഗവൺമെന്റ് ഒരു ഉപരോധം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. ഒരു ഗവർണറുണ്ട്. സാധാരണ ഗവർണർമാരെന്ന് പറയുമ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളുമായിട്ട് ചേർന്ന് പോകുന്നവരാണ്. ഒരു ഗവർണർക്കും ഒരിടത്തും അധികാരം കൊടുത്തിട്ടില്ല. സർക്കാരുകളെ വെല്ലുവിളിച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഭരണകൂടത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഗവർണർക്കും ഒരു ഭരണഘടനയും അനുവാദം കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? എലക്ടഡ് മെമ്പർ എന്ന് പറയുന്ന ആള്, അവരെ സെലക്ടഡ് മെമ്പർമാര് നിയന്ത്രിക്കേണ്ട എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഒരു ഫൈൻഡിങ് വന്നിട്ടുണ്ട്. എന്താണത്? ജനപ്രതിനിധികൾക്ക് താഴെയാണ് ഉദ്യോഗസ്ഥന്മാര്. ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്. ജനപ്രതിനിധികൾക്ക് താഴെയാണ് ഉദ്യോഗസ്ഥന്മാര്. ഈ ഗവർണർ എന്ന് പറയുന്നവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എന്തോ ഇവർക്ക് വേറെ അതിവിശാലമായിട്ടുള്ള അധികാരാവകാശങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അയാൾ ഇവിടെ വന്ന് പച്ചയ്ക്ക് രാഷ്ട്രീയം കളിക്കുകയാണ്. തമിഴ്നാട്ടിൽ വേറൊരു രീതി എന്ന് പറയുന്ന ഒരാൾ, ഇവിടുത്തെ പോയ ഒരാൾ ആന്ധ്രബോസ് ബംഗാളിൽ ചെന്ന്, ബംഗാളിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല, അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവെക്കുന്ന രാഷ്ട്രീയം കളിക്കുക പരമാവധി. ഇതെല്ലാം BJPയുടെ നിർദ്ദേശാനുസരണമല്ലേ, അവരുടെ ഒരു അജണ്ടയല്ലേ. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഇരട്ടി ലാഭമാണ്. നഷ്ടത്തിൽ പൊക്കോണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് പകുതിയായി കുറച്ചു. 21 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം 2022-23, 23-24, 24-25 ആയപ്പോ അത് 52 കോടിയായി വർദ്ധിച്ചു. ഒരു മാറ്റമല്ലേ, ഇതൊരു നേട്ടമല്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരറ്റത്തുനിന്ന് അടച്ചു വരികയാണ് നമ്മുടെ രാജ്യത്ത്. കേരളത്തിലോ അടഞ്ഞു കിടന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുറന്ന് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്ത് അതിന്റെ ലാഭം വർദ്ധിപ്പിച്ച് ചെറുപ്പക്കാർക്ക് അവിടെ തൊഴിൽ കൊടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് PSC വഴി തൊഴിൽ കൊടുക്കുന്ന നാടായിട്ട് കേരളം മാറുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിൽ നിന്ന് അടിച്ച് ഇതിനെല്ലാം തമസ്കരിക്കുന്ന, ഇതിനെല്ലാം ഒരു പരിഗണനയും കൊടുക്കാതെ കേരളത്തെ ഏതെല്ലാം തരത്തിൽ തകർക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തുന്ന BJP ഒരു വശത്ത്, ആ BJPയുടെ B ടീമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്, VD സതീശൻ എന്നൊക്കെ പറയുന്ന ആൾ നാക്കെടുത്തു കഴിഞ്ഞാൽ അയാൾ ശുദ്ധ അനാവശ്യങ്ങളല്ലേ പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം കിടന്ന് അടിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നവൻ
അവരുടെ ഒരു പിന്നെ ജില്ലാ നേതാവിനെതിരായിട്ട് പിന്നെ ജാമ്യം കിട്ടാത്ത കേസ് വന്നപ്പോൾ പോലീസുകാരെ വെല്ലുവിളിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ആരെങ്കിലും ഒരാളാണ് അത്തരത്തിലൊരു സീൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ മലയാള മനോരമ പത്രത്തിന്റെ അല്ലെങ്കിൽ മാതൃഭൂമി പത്രത്തിന്റെ ഏറ്റവും ഫ്രണ്ടിലെ തലക്കെട്ടുൾപ്പെടെ ആ വാർത്തയായിരിക്കും. പോലീസുകാരെ ഇടതുപക്ഷക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് ഒരു വാർത്ത കൊടുക്കും. പക്ഷേ ആ വാർത്ത മനോരമ പത്രത്തിൽ നമ്മൾ കണ്ടില്ല. എന്ന് പറഞ്ഞാൽ UDF-കാരൻ കാണിക്കുന്ന ഏത് നെറികേടും BJP-കാരൻ കാണിക്കുന്ന ഏത് നെറികേടും അതിനെയെല്ലാം വെള്ളപൂശി, അതിനെയെല്ലാം മഹത്വവൽക്കരിച്ച്, അതെല്ലാം പ്രതിഷേധത്തിന്റെ സ്വരമാണ്, പ്രതിഷേധത്തിന്റെ രീതിയാണ്. മനസ്സിലായില്ലേ? കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത് ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമാണുള്ളത്. അതിനെതിരായിട്ടുള്ള നമ്മുടെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ആവശ്യം. തീർച്ചയായിട്ടും കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. LDF-ന്റെ സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്, അവർ വിജയിപ്പിക്കുന്നത്. ഇപ്പോഴും അത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വിജയം തന്നെയാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. പ്രിയങ്ക വന്ന് മത്സരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്കറിയാം, പാലക്കാട് എങ്ങനെ ഇരിക്കും നമുക്കറിയാം, ചേലക്കര എങ്ങനെ ഇരിക്കും നമുക്കറിയായിരുന്നു. ആ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വലിയ സഹായങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നാടിനത് വലിയ നഷ്ടമായിട്ട് നാളെ മാറും എന്നുള്ള യാഥാർത്ഥ്യം കൂടി കണ്ടറിഞ്ഞ് ചടയമംഗലം പഞ്ചായത്തിൽ നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഒട്ടും കുറച്ച് കാണാതെ പൂങ്കോട് വാർഡിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടനെ ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലേക്ക് ഓരോ സഖാക്കളും മാറണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി നിങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നതിനും നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സഖാവ് ഗ്രീഷ്മ ചൂടനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട LDF നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാർഡിന്റെ ഉപതെരഞ്ഞെടുപ്പാണ് ഡിസംബർ 10-ാം തീയതി നടക്കാനിരിക്കുന്നത്. നമ്മുടെ വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി നമുക്ക് ജയിച്ചേ മതിയാവുള്ളൂ. ഇന്നും സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതുപോലെ പ്രവർത്തിച്ചാൽ നമുക്ക് ഉറപ്പായും വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒപ്പം ചേർന്ന് നിന്ന് നമുക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ നേതാവായ സഖാവ് A. മുസ്തഫയെ ക്ഷണിക്കുന്നു. ഈ വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധ്യക്ഷതയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സഖാവ് ഗ്രീഷ്മ ചൂടന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് സാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉദ്ഘാടകൻ നിങ്ങളോട് സൂചിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ
സ്ഥാപനങ്ങൾ എന്ന നിലയിൽ നാം വിളിക്കുന്നതും ആ രീതിയിൽ ഒരു പ്രാദേശിക സർക്കാരാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന നിലയിലേക്ക് മാറുന്നതും 1994 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പഞ്ചായത്ത് രാജ് നിയമം എത്രമാത്രം ശക്തമാണ്, ഇന്ത്യയുടെ ഭരണഘടന അതിന് നൽകുന്ന പിന്തുണ എന്താണ് എന്നതിൻ്റെ പ്രസക്തി കഴിഞ്ഞ 28 വർഷമായി നാം അനുഭവിക്കുകയാണ്. 1996 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അങ്കണത്തിൽ അന്നത്തെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് ഇ കെ നായനാർ ഭദ്രദീപം കൊളുത്തി ജനകീയ ആസൂത്രണം എന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്നേക്ക് 1/4 നൂറ്റാണ്ട് നാം പിന്നിട്ടിരിക്കുകയാണ്. 1962 നിലവിൽ വന്ന പഞ്ചായത്ത് സംവിധാനമല്ല ഇന്ന് നിലവിലുള്ളത്. ഇന്ന് ആവശ്യമായ വിഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഉത്തരവാദിത്വം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഉദ്യോഗസ്ഥന്മാരുടെ പുനർവിന്യാസം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പദ്ധതി വിഹിതത്തിന്റെ ഒരു നല്ല ഭാഗം ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ നേരിട്ട് പഞ്ചായത്തുകൾക്ക് നൽകുകയാണ്. അത് ഏറ്റെടുക്കുവാനും നമുക്ക് ലഭ്യമാകുന്ന മുഴുവൻ വിഭവങ്ങളും വേണ്ട രീതിയിൽ ഒരു നാടിന് ചേരുന്ന രീതിയിൽ പ്രദേശത്തിന്റെ വികാരങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികേന്ദ്രീകൃത രീതിയിലുള്ള ആസൂത്രണം. ഇപ്പോൾ നമ്മൾ ഗ്രാമസഭ എന്നൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും എങ്കിൽ പോലും ഞാൻ അതിന്റെ നീണ്ട വർത്തമാനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന അധികാരത്തിന്റെ ഭാഗമായി ആ വാർഡിനകത്തെ ഗ്രാമീണരായ സാധാരണക്കാരായ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ആ വാർഡിന്റെ നാനാവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് രൂപപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളാണ് പഞ്ചായത്ത് തലത്തിൽ ആവശ്യമായ വിവിധ തട്ടുകളിലെ പ്രവർത്തനങ്ങളിലൂടെയായി ഒരു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി എന്ന നിലയിലേക്ക് അതിനെ മാറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഈ വാർഡിനകത്ത് സ്ഥിതി ചെയ്യുന്ന തൊട്ടപ്പുറത്ത് കാണുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംവിധാനവും ജില്ലാ പഞ്ചായത്തിന്റെ സംവിധാനവും അങ്ങനെ തന്നെയാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന വാർഷിക പദ്ധതികൾക്ക് ആവശ്യമായ അംഗീകാരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ലഭ്യമായ വിഭവത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് അത് പൂർണ്ണമായും നടപ്പാക്കുന്ന പ്രക്രിയയ്ക്കാണ് നാം ജനകീയ ആസൂത്രണം എന്ന നിലയിൽ കാര്യങ്ങൾ വിവക്ഷിക്കുന്നത്. തീർച്ചയായും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 94 പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊട്ട് പിറ്റേ വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 95 96 കടന്നപ്പോ ഈ പറയുന്ന ജനകീയ ആസൂത്രണം 1/4 നൂറ്റാണ്ട് പിന്നിട്ടു. ആ 1/4 നൂറ്റാണ്ട് കാലത്തെ നമ്മുടെ പഞ്ചായത്തിന്റെ പുറകോട്ട് സഞ്ചരിച്ച്
ഈ പഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു വിശകലനം നടത്തുമ്പോൾ എല്ലാം 100% പൂർത്തിയാക്കി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. എന്നാൽ നിരവധിയായ കാര്യങ്ങൾ നമ്മുടെ കഴിവിനും നമ്മുടെ സാധ്യതകൾക്കും അപ്പുറത്തേക്ക് ചിന്തിച്ച് ജനങ്ങളുടെ നല്ല പങ്കാളിത്തത്തോടു കൂടി നടപ്പാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഈ പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഗൗരവമായി ചിന്തിച്ച് നടപ്പാക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ലായിരുന്നു എന്ന കാര്യം നമുക്കതെടുത്ത് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. ഒരു എക്സാമ്പിൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചടയമംഗലം പഞ്ചായത്തിന്റെ ഒത്ത മധ്യത്ത് സ്ഥിതി ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ആ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ KSRTC ഡിപ്പോ ഒരു സന്ദർഭത്തിൽ ഈ ഹൈവേയിൽ കൂടി പോകുന്ന വാഹനത്തിൽ കയറി ഒന്നീ കൊട്ടാരക്കരയിലോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എത്താൻ വേണ്ടി ആ വയലിക്കടയിലെ മാവിന്റെ മൂട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്ന ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ താലൂക്ക് ആസ്ഥാനമാണ് കൊട്ടാരക്കര, നമ്മുടെ സംസ്ഥാനത്തിന്റെ ആസ്ഥാനമാണ്, സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. ദൈനംദിന ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നിടത്ത് നിന്നുമാണ് ഇന്ന് നമുക്ക് നമ്മുടെ സ്റ്റാൻഡിനകത്ത് വന്നു നിന്നാൽ സൗകര്യപ്രദമായ സീറ്റ് ഉൾപ്പെടെ കിട്ടും എന്ന് ഉറപ്പുണ്ടായാൽ മാത്രം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പോകാവുന്ന തരത്തിലേക്ക് ഏതാണ്ട് 50-ൽ പരം സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോ ആയി ചടയമംഗലം ഇന്ന് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് ഈ ജനകീയ ആസൂത്രണത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ്, അതിനെ പിന്തുടർന്നുകൊണ്ടാണ്, അതുവഴി നമുക്ക് കിട്ടിയ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആ രീതിയിൽ അധികാരം കിട്ടിയാൽ, ആവശ്യമായ വിഭവങ്ങൾ കിട്ടിയാൽ, ആവശ്യമായ ഉദ്യോഗസ്ഥരെ കിട്ടിയാൽ ഒരു ഭരണകൂടത്തിന് എങ്ങനെ പ്രവർത്തിക്കാം, നാടിനു വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം, പൊതുസമൂഹത്തിന്റെ താല്പര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ മാതിരിയുള്ള മോഡലുകൾ ഏറ്റെടുക്കാം എന്നതിന്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇന്ന് പഞ്ചായത്തുകളുടെ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ 1998-ലാണ് ഇന്നത്തെ ഈ കുടുംബശ്രീ ശാക്തീകരണത്തെക്കുറിച്ച് വലിയ ആവേശത്തോടുകൂടി നാം ചിന്തിക്കും. അതും ഏതാണ്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. ത്രിതല സംവിധാനമാണ്, 3 തട്ടുകളാണ്. ഏറ്റവും താഴെ അയൽക്കൂട്ടം, അതിന്റെ തൊട്ട് മുകളിൽ ADS, വാർഡ് തലത്തിൽ അതിനു മുകളിൽ CDS. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, വയനാട് ജില്ലയിലെ വേങ്ങപ്പള്ളി എന്ന് പറയുന്ന പഞ്ചായത്തിന് ISO അംഗീകാരം കിട്ടുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് ഈ സംവിധാനങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു CDSന് കൊടുത്ത അംഗീകാരമാണ് ഇന്നലെ നാം വായിച്ചറിഞ്ഞ ആ അംഗീകാരം. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, മിനിമം 10 മുതൽ 20 വരെ അംഗങ്ങളെ, വ്യത്യസ്ത കുടുംബങ്ങളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ഗവൺമെന്റിന്റേതാണ് ബയല, ആ ബയലയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അയൽക്കൂട്ടങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം സൂക്ഷ്മതലത്തിലുള്ള സമ്പത്തുകൾ കൈകാര്യം ചെയ്യുന്ന അയൽക്കൂട്ടങ്ങൾ മാത്രമാണോ ഇന്നത്തെ അയൽക്കൂട്ടങ്ങൾ? നിങ്ങൾ ഒരിക്കലും സൗകര്യമായി ചിന്തിച്ചു നോക്കൂ. അവർ കുടുംബശ്രീയിൽ അടയ്ക്കുന്ന പണം മറ്റൊരാളിന്റെ ആവശ്യത്തിന് വേണ്ടി 25,000 രൂപ പലിശരഹിതമായി അല്ലെങ്കിൽ ഒരു 2% പലിശ സഹിതം തിരിച്ചടയ്ക്കുക എന്നുള്ള സംവിധാനം മാത്രമല്ലല്ലോ നടക്കുന്നത്.
ഈ വാർഡിൽ എത്ര അയൽക്കൂട്ടം വരും? എന്റെ ഒരു ധാരണയിൽ 10-40. ആരും ഒന്നും മിണ്ടുന്നില്ല. 10-40 അയൽക്കൂട്ടങ്ങൾ വരുമോ? CDSന്റെ ആളുകൾ ഇരിപ്പില്ലേ ഇവിടെ? 27-25 അയൽക്കൂട്ടങ്ങൾ വെറും 351-52 വീടുകളെ ഈ വാർഡിലുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോ മിക്കവാറും എല്ലാ വീടുകളിലെയും അംഗങ്ങൾ ഈ സംവിധാനത്തിനകത്ത് മെമ്പർമാരാണ്. അവർ എല്ലാ ആഴ്ചകളിലും കൃത്യമായി യോഗം ചേരുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള സമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മറിക്കാൻ, തിരിക്കാൻ, കൈകാര്യം ചെയ്യാം എന്ന കാര്യം മാത്രമല്ല അവരാലോചിക്കുന്നത്. മറിച്ച് അവർ ഉൾക്കൊള്ളുന്ന 10-20 വീടുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. അവരുടെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവരുടെ മക്കളെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ ദാരിദ്ര്യത്തിൽ നിന്നും ഒരല്പം മാറി വരാൻ എന്ത് സംവിധാനം, എന്ത് സംരംഭം സ്വന്തമായി നമ്മൾ ഏറ്റെടുത്താൽ അതിന് സാധിക്കുമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നു. അത് ബന്ധപ്പെട്ട ADSഉം CDSുമായി ആലോചിച്ച് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന എത്രയെണ്ണം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ നിലയിൽ ഈ കുടുംബശ്രീ രംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ ഗവൺമെന്റ് നൽകുന്ന സഹായം, പ്രത്യേകമായി ഈ ഗവൺമെന്റ് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളടക്കം ഇതിന്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും ഈ ദാരിദ്ര്യ, ഈ വെറും കൈ കൊണ്ടുള്ള വെറും സാധാരണ നമ്മുടെ ഈ നടത്തുന്ന എന്നുണ്ടല്ലോ, അത്തരം ജോലികൾ മാത്രമല്ല, സ്കിൽഡ് വർക്കുകൾ ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ നാം ഇന്ന് വാർത്തെടുത്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഈ ലൈഫ് എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ച് ഒരു ഭവനം നമുക്ക് അനുവദിച്ച് കിട്ടിയാൽ അതിന്റെ കട്ട കെട്ടാൻ, കോൺക്രീറ്റ് ചെയ്യാൻ, ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളുകൾക്ക് പരിശീലനം കൊടുത്ത് അവരുൾപ്പെടെ ചെയ്യുന്ന പ്രവൃത്തികളായി ഇത്തരം പ്രവൃത്തികൾ ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും കുടുംബശ്രീ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാർക്ക് LDFനെ അല്ലാതെ, ഗ്രീഷ്മയെ കുറിച്ചല്ലാതെ ചിന്തിക്കാൻ ഇന്ന് കഴിയുമോ? ഞങ്ങൾ പൊതുവെ പരിശോധിച്ചപ്പോ സഹോദരിമാരാണ് ഈ വാർഡിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ. പുരുഷന്മാരെ കാൾ സ്ത്രീകളാണ്. ഇവിടെ ഗ്രീഷ്മയെ സംബന്ധിക്കുന്നിടത്തോളം നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ അഡ്വക്കേറ്റാണ്, ചെറുപ്പക്കാരിയാണ്, പഞ്ചായത്ത് രാജ് നിയമങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വേഗം മനസ്സിലാക്കി ഇന്നുള്ള സമിതിയോടൊപ്പം ചേർന്ന് അവരുടെ മികവും കഴിവും അവരുടെ മറ്റ് പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല തന്റെ ഇടമുള്ള, അതിന് കഴിവുള്ള ഒരാളെയാണ് LDF ഈ വാർഡിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വാർഡ് തലത്തിലുള്ള കൺവെൻഷൻ കണ്ടു, തൊട്ടപ്പുറത്തെ ബൂത്തിന്റെ കൺവെൻഷൻ തന്നെ കണ്ടു. ഇന്നുകൊണ്ട് ഈ കൺവെൻഷൻ എങ്ങനെ ബൂത്ത് തലങ്ങളിലുള്ള കൺവെൻഷൻ ഇന്ന് പൂർത്തിയാക്കി അടുത്ത പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഇടതുപക്ഷ, ഇവിടെ നേരത്തെ സാവ് പറഞ്ഞു കേട്ടില്ലേ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 51ാമത് കിഫിയുടെ യോഗം ചേർന്ന് 1000 കോടി രൂപയാണ് തെക്കേ അറ്റമായ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞം കൊല്ലത്ത് നിന്നും നേരെ മധ്യ കേരളത്തിലേക്ക് പോകാൻ, വിഴിഞ്ഞത്ത് നിന്നും മലയോര മേഖലയെ ബന്ധപ്പെടുത്താൻ കഴിയത്തക്ക തരത്തിലുള്ള റോഡ്, റെയിൽ പാതകളുടെ വിപുലീകരണം വരാൻ പോവുകയാണ്. മാറ്റിവെച്ചിരിക്കുന്ന തുക 1000 കോടിയാണ്. നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കൂ. നമ്മുടെ മലയോര മേഖലയുമായി ഇന്ന് നിലവിലുള്ള റോഡുകളാകട്ടെ, അല്ലെങ്കിൽ പുതുതായി അലൈൻമെന്റ് ഉൾപ്പെടെ അംഗീകരിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള തകൃതിയായിട്ടുള്ള പണികൾ നടക്കുന്ന ആ പ്രവർത്തനങ്ങളാകട്ടെ വരുന്ന 4-5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയാൽ ഇന്ന് നാം കാണുന്നതിനേക്കാൾ മാറ്റങ്ങൾ, അതിവേഗതയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത്, ഈ മധ്യ കേരളവുമായും അതുപോലെ തന്നെ മലയോര മേഖലയുമായും ഒക്കെ ബന്ധപ്പെടുത്തുന്ന ബൃഹത്തായ
എത്രയോ പദ്ധതികളെ സംബന്ധിച്ചാണ് ഈ ഗവൺമെന്റ് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നുകൊണ്ടാണ്. മനസ്സിലായല്ലേ? നമ്മുടെ ചൂരൽമലയും മുണ്ടയെ സംബന്ധിച്ച് ഇന്നിപ്പോ LDF കൂടി ഈ സർക്കാർ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ജനവഞ്ചനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നാം തുടരുകയാണ്. ഇതിനോടൊപ്പം മനസ്സിലായില്ലേ? ആഗസ്റ്റ് മാസം 17-ാം തീയതി, ജൂലൈ 31-ാം തീയതിയോ മറ്റോ ആണ് ഈ പറയുന്ന കെടുതി ഉണ്ടാകുന്നത്. അടിയന്തരമായി ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കാവുന്ന മുഴുവൻ സന്നാഹങ്ങളും സംഘടിപ്പിച്ച് ആ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രാഥമിക നഷ്ടം കണക്കാക്കി 2202 കോടി രൂപ അടിയന്തരമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കൊടുത്തതാണ്. വിശദമായ റിപ്പോർട്ടും നഷ്ടപരിഹാരങ്ങളും പിന്നീട് കൊടുത്തു. അത് അതിനേക്കാൾ കൂടുതലാണ്. കാശ് തന്നു. അവർ വന്നുപോയ ഹെലികോപ്റ്ററിന്റെ പൈസ ഇതിൽ നിന്ന് പിടിച്ചു. 152 കോടി രൂപ തന്നു. അതിൽ നിന്ന് അതങ്ങ് പിടിച്ചു. നാം വിതരണം ചെയ്ത അരിയുടെ പേരിൽ അതങ്ങ് പിടിച്ചു. അങ്ങനെ പലതും പിടിച്ചു. ഈ രീതിയിൽ ഒരു ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിക്കാൻ, പ്രയാസപ്പെടുത്താൻ ഉള്ള വഴികൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നവരും ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വാർഡിൽ എന്തിന്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. UDF മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു എന്നൊക്കെയാണ് നമ്മുടെ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത്. വല്ല അർത്ഥമുള്ള കാര്യങ്ങളാണോ? UDFന്റെ സ്ഥാനാർത്ഥി ഞാനൊരിക്കലും എന്റെ ഫോണിൽ കൂടി കണ്ടത്, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേ ഇല്ല, ഞാൻ മത്സരിക്കുന്നേ ഇല്ല. ഒരു സുപ്രഭാതത്തിൽ മത്സര രംഗത്തേക്ക് വരും. അപ്പൊ ആ രീതിയിൽ UDFനെ സംബന്ധിക്കുന്നിടത്തോളം BJPയുമായിട്ടുണ്ടാക്കുന്ന അവിശുദ്ധ ബന്ധങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടതാണ്. പാലക്കാടടക്കം അവർ പറയുന്നത് RSSനകത്ത് ഇവരുടെ ഒരു സെല്ലുണ്ടെന്നാണ്, മറ്റൊരു പറയുന്നത് അതിനകത്ത് ഇവരുടെ ഒരു സെല്ലുണ്ടെന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരുകയാണ്. രണ്ടു കൂട്ടരും പറയുന്നത് അവരുടെ കുറെ ആളുകൾ ഇതിനകത്തും, മറ്റൊരു പറയുന്നു ഞങ്ങൾ ഇത് കുറെ ആളുകൾ അപ്പുറത്തും. ഈ രീതിയിൽ വിഴുപ്പലക്കി ഈ കേരള രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒന്നുമല്ലാത്ത മനുഷ്യരുടെ വെറുപ്പുകൾ വളരെ വേഗതയിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് കേരളത്തെ അവർ കൊണ്ടുപോകുകയാണ്. തീർച്ചയായും ഇതിനെല്ലാം പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിക്കുന്നിടത്തോളം 1 വർഷമേ ഉള്ളൂ കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ. ഡിസംബർ മാസം 8-ാം തീയതിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന്, അന്ന് പ്രസിഡന്റ് ഇദ്ദേഹമല്ല, ബിനിയല്ല, അന്ന് സഖാവ് ബിന്ദുവാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷയായി സത്യപ്രതിജ്ഞ ചെയ്ത് ബുക്കിൽ ഒപ്പിട്ട് അധികാരം ഏറ്റെടുത്തു. 4 വർഷം, ഡിസംബർ ആയല്ലോ, നാളെ കഴിയുമ്പോൾ ഡിസംബർ ആയി. പിന്നെ 1 വർഷമേ ഉള്ളൂ. 2025 ഡിസംബർ മാസത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തി. അതേപോലെ, കാരണം പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ പ്രസക്തി എവിടെയാണ്? 5 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും സഖാക്കളെ, ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ പ്രസക്തി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പൂങ്കോട് വാർഡിലേക്ക് വന്ന ഒഴിവിലാണ് ഗ്രീഷ്മ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്നത്. നിങ്ങൾ ഗ്രീഷ്മയെ ഏറ്റെടുത്തുകൊണ്ട് 10-12 ദിവസമാണ് ബാക്കിയുള്ളത്. ആ രീതിയിൽ വളരെ ചൂടേറിയ, വളരെ ആവേശത്തോടുകൂടിയ, വളരെ അഭിമാനത്തോടുകൂടിയ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സഖാക്കൾ സന്നദ്ധരാകണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഗ്രീഷ്മയെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പ്രസംഗിക്കും. ഈ ബൂത്ത് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വാർഡ് ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സഖാവ് D. ജയകുമാറിനെ ക്ഷണിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടനെ വിജയിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചെല്ലാം ഇവിടെ നേതാക്കന്മാർ സവിസ്തരം സൂചിപ്പിച്ചതാണ്. ഈ വിജയത്തിൽ, ഈ ബൂത്തിൽ ഇതിനാകെ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി
നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്ന് എസ് ഷാനവാസ്, ഡി സന്തോഷ്, ഡി രഞ്ജിത്ത്, മിനി സുനിൽ, അഡ്വക്കേറ്റ് മുഹമ്മദ് റാഫി, പി എസ് സുനിൽകുമാർ, എ ജെ ആസാദ്, സജീവ് കുമാർ, അനന്തു വി ജെ, എസ് ഷംനാഥ്, ജെ മോഹനൻ, ബി എസ് ശ്രീകുമാർ, വിപിൻ രാജ്, ബിലാൽ മുഹമ്മദ്, രാജൻ പിള്ള, ഷംല, സുരേഷ് ബാബു, ആനന്ദ് മധു, ആർ രാധാകൃഷ്ണൻ, എൽ മഞ്ജു, എൻ ശ്രീകുമാർ, ജസീല ബീവി, മോഹനൻ പിള്ള, മിഥുൻ മോഹൻ, ഒ ബി വിനോജ്, വി വിനോദ്, ബി ശ്രീകുമാർ, മനോജ് മോഹൻ, സുധീഷ്, ബൈജു, ജലാലുദ്ദീൻ, പൂങ്കോട് അനിൽ, ശാലിനി, ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രചരണാർത്ഥം ബൂത്ത് 1 നടന്ന കൺവെൻഷന്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് CPMന്റെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാറാണ്. യോഗത്തിൽ LDF നേതാക്കളായ ഡി രാജപ്പൻ നായർ, അഷറഫ്, മുസ്തഫ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ള, നവാസ്, ജയകുമാർ തുടങ്ങി നിരവധി നേതാക്കന്മാരും ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ അടക്കം നിരവധി ആൾക്കാർ പങ്കെടുത്തു. കൺവെൻഷനിൽ പ്രദേശത്തെ ധാരാളം ആൾക്കാർ കുടുംബസമേതം പങ്കെടുത്ത ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. കൺവെൻഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് സാക്ഷി TVക്ക് വേണ്ടി ഗോപൻ മുദ്ര. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള മിനി സുനിൽ, സെക്രട്ടറിയായിട്ട്